UDF വെൽഫെയർ പാർട്ടി ധാരണയിൽ മുസ്ലിം മതസംഘടനകൾക്കിടയിൽ കടുത്ത അതൃപ്തി തുടരുന്നു. മതരാഷ്ട്രവാദം പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയെ സുന്നികൾ ഒന്നിച്ചെതിർക്കുമെന്ന് സമസ്ത കാന്തപുരം വിഭാഗം SYS ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി എളമരം ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. സമസ്ത EK വിഭാഗത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണം ജമാഅത്തെ ഇസ്ലാമി നുഴഞ്ഞു കയറിയതാണെന്ന് റഹ്മത്തുള്ള സഖാഫി കുറ്റപ്പെടുത്തി. വെൽഫെയർ പാർട്ടിയുമായുള്ള ധാരണ UDFന് ദോഷം ചെയ്യുമെന്ന് മുജാഹിദ് വിഭാഗവും വ്യക്തമാക്കി. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി വിമർശനം മാർക്സിസ്റ്റ് ദാസ്യവേലയാകരുതെന്ന് വ്യക്തമാക്കി. ലീഗ് പക്ഷത്തെ സമസ്ത നേതാവായ നാസർ ഫൈസി കൂടത്തായി രംഗത്തെത്തി. UDF വെൽഫെയർ പാർട്ടി ധാരണയ്ക്കെതിരെ വിയോജിപ്പുകൾ മറന്ന് മുസ്ലിം മതസംഘടനകൾ ഒരുമിച്ച് രംഗത്ത് വരികയാണ്. മതരാഷ്ട്രവാദം പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയെ സുന്നികൾ ഒരുമിച്ചെതിർക്കുമെന്ന് സമസ്ത കാന്തപുരം വിഭാഗം നേതാവ് റഹ്മത്തുള്ള സഖാഫി എളമരം ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. സമസ്ത EK വിഭാഗത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണം ജമാഅത്തെ ഇസ്ലാമിയാണ്. ഇവർ മുസ്ലിങ്ങൾക്കും രാജ്യത്തിനും അപകടമാണെന്ന് റഹ്മത്തുള്ള സഖാഫി. ഇപ്പം EK ഭാഗത്ത് തന്നെ ഉണ്ടായ കുഴപ്പങ്ങൾക്കും കാരണം ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു തരം നുഴഞ്ഞുകയറ്റാണ്. അപ്പോൾ ഇവർ രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങളാലാണ് സമസ്തയിൽ കുഴപ്പങ്ങളും പിളർപ്പൊക്കെ ഉണ്ടാകുന്നത്. ആശയപരമായി സമസ്ത എല്ലാവരും ജമാഅത്തെ ഇസ്ലാമി ആവട്ടെ വഹാബിസ് ആവട്ടെ ഇത് രണ്ടിനെയും ശക്തമായി എതിർക്കുന്ന കാര്യത്തിൽ ആർക്കും വിയോജിപ്പില്ല. വെൽഫെയർ പാർട്ടിയുമായുള്ള ധാരണ UDFന് ദോഷം ചെയ്യുമെന്ന് മുജാഹിദ് മർക്കസുദ്ദവ സംസ്ഥാന സെക്രട്ടറി IP അബ്ദുൽ സലാം പ്രതികരിച്ചു. വെൽഫെയർ പാർട്ടി UDFിലേക്ക് വരുന്നു. ഒരു ഹൈജാക്കിംഗ് പോലെയാണ് കാണുന്നത്. ഒരു UDF കക്ഷിയെ ചേർന്നുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം വെൽഫെയർ പാർട്ടി നടത്തുമ്പോൾ വെൽഫെയർ പാർട്ടിയുടെ പാരമ്പര്യവും ചരിത്രവും എടുത്തു നോക്കുമ്പോൾ സ്വാഭാവികമായി ഒരു മതേതര കക്ഷിയുമായി കൂട്ടിച്ചേർന്ന് പ്രവർത്തിക്കാൻ അവർക്ക് സാധ്യമല്ല എന്നതാണ് ബോധ്യപ്പെടുന്നത്. ഒരു കാരണവശാലും ഒരു ആത്മഹത്യാപരമായ തീരുമാനമായിരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് UDF ഈ ഒരു നിലപാട് സ്വീകരിക്കുന്നത്. എന്നാൽ സമസ്തയിലെ ഇരുവിഭാഗവും UDF വെൽഫെയർ പാർട്ടി ധാരണയ്ക്കെതിരെ രംഗത്ത് വന്നതോടെ സമസ്ത EK വിഭാഗത്തിലെ ലീഗ് പക്ഷം പ്രതിരോധവുമായി രംഗത്തെത്തി. ജമാഅത്തെ വിമർശനം മാർക്സിസ്റ്റ് ദാസ്യവേലയാകരുതെന്ന് SYS സെക്രട്ടറി നാസർ ഫൈസി കൂടത്തായി ഫേസ്ബുക്കിൽ കുറിച്ചു. പച്ചയ്ക്ക് വർഗീയത പറയുന്ന വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രിയും CPMഉം ആനയിക്കുകയാണ്. ജമാഅത്തെ വിമർശനം എന്ന പേരിൽ മാർക്സിസ്റ്റ് പ്രീണനമാണ് നടക്കുന്നതെന്നും നാസർ ഫൈസി കൂടത്തായി പറഞ്ഞു. എന്നാൽ ആരെയും പ്രീണിപ്പിക്കാനില്ല എന്നും ജമാഅത്തെ ഇസ്ലാമി അധികാര കേന്ദ്രമാകുന്നത് തടയുക മാത്രമാണ് ലക്ഷ്യമെന്നും സമസ്ത നേതാക്കൾ വ്യക്തമാക്കുന്നു. ന്യൂസ് മലയാളം, കോഴിക്കോട്.